ഹായ് ഡിയേഴ്സ്. അപ്പോൾ എന്താ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ആട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. ആവിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണിത്. വളരെ ഹെൽത്തിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ സ്കൂൾക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള റവ വറുത്ത റവ ഒന്നുമല്ല കേട്ടോ, വറുക്കാത്ത റവ തന്നെയാണ്. നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് നമുക്ക് പാൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ റവ എടുത്ത അതേ കപ്പിന് തന്നെ 1 കപ്പ് പാലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഏത് കപ്പിനാണോ നമ്മൾ റവ എടുക്കണമെന്ന് വെച്ചെങ്കിൽ അതേ കപ്പിന് തന്നെ 1 കപ്പ് പാലും കൂടെ ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ പാൽ നമുക്ക് മതിയാവില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഇപ്പോൾ 1 കപ്പ് മതിയാവും കേട്ടോ. ഇനി ഇത് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. അപ്പോൾ കുറച്ചും കൂടെ പാൽ നമുക്ക് ഇതിലോട്ട് ആവശ്യമുണ്ടാവും. ഇനി നമുക്ക് റവ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. ഇനി ഇത് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ചുരുങ്ങിയതൊരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ വേറെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 പീസ് ശർക്കര നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇത് ചെറുതായിട്ട് കല്ലൊക്കെ ഉള്ള ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുത്തിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് തന്നെ ഉരുക്കി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ മറ്റൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ പാനിലോട്ട് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം നമ്മൾ ഇതിലോട്ട് വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നൂൽ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലോട്ട് ഒരു 1/4 കപ്പ് അവലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പൊരി അവലൊന്നല്ല എടുത്തിട്ടുള്ളത്, നമ്മൾ സാധാരണ ഉണ്ടാവുന്ന അവലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും കൂടെ ചിരകിയതിട്ടെടുക്കാം. ഇത് നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അവലിന് പകരം കുറച്ചും കൂടെ തേങ്ങ എടുത്താൽ മതി കേട്ടോ. പിന്നെ എത്രത്തോളം നമ്മൾ റവ എടുത്തിരിക്കുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചാണ് നമുക്ക് ഫില്ലിങ്ങൊക്കെ എടുക്കേണ്ടത്. ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്നാക്സാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. എന്നെങ്കിൽ കുട്ടികൾക്കൊക്കെ തികയുള്ളൂ കേട്ടോ. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് ഉണ്ടാക്കിയെടുത്താൽ. അപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊന്നും തികഞ്ഞിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് മധുരത്തിലുണ്ടാക്കുന്ന ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാവർക്കും ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് തന്നെ ചൂടാറി വരട്ടെ. അപ്പോൾ ഇത് റവ ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ലൂസായിട്ടാണ് നമുക്ക് വേണ്ടത്. ദോശമാവിൻ്റെ ഒക്കെ ലൂസ് ഉണ്ടല്ലോ, അത്രയും നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ 1 കപ്പ് പാൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് റവക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ നമ്മൾ വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. കുറച്ച് സമയം നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതുകൊണ്ട് തന്നെ റവ ഒക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കി എടുത്തതിന് ശേഷമാണ് റവ ഒക്കെ നമ്മൾ കുതിർത്തി എടുക്കുന്നത് വെച്ചെങ്കിൽ
നമുക്ക് കുറച്ച് ചെറിയൊരു ഇളം ചൂടുള്ള പാൽ ഒഴിച്ചിട്ടത് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു സ്നാക്സ് നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കിയെടുത്തപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എന്നാലും ഒരു 1/4 ടീസ്പൂൺ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഫില്ലിങ് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഫില്ലിങ് വെച്ചെടുക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നത്. പിന്നെ നമ്മൾ എത്രത്തോളം മാവ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓരോ ബോൾസ് ആക്കി എടുത്താൽ മതി. എന്നാൽ എല്ലാവർക്കും ഫില്ലിങ് പാകവും ചെയ്യും. അപ്പോൾ നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 12 എണ്ണം നമ്മളിത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഒരു സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നെയ്യിൻ്റെ പകരം വേണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്നാക്സിന്. നെയ്യാകുമ്പോൾ കുറച്ചും കൂടെ ഒരു നല്ലൊരു മണം ടേസ്റ്റൊക്കെ ഉണ്ടാകും. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ ചട്ടി. അതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് നെയ്യോ അതിലെന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഒരു അരഭാഗം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട. എന്നിട്ട് നമ്മൾ ഓരോന്നും ഇതേപോലെ വെച്ചെടുക്കുക. അപ്പോൾ 12 കുഴിയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ 12 എണ്ണമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിലും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. മാവ് ഇതുപോലെ ഒഴിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയെടുത്ത മാവും അതേപോലെ തന്നെ ഫില്ലിങ്ങും ഒക്കെ ഇതിലോട്ട് കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ വലിയൊരു പാത്രം ഞാൻ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗത്തിൽ റിങ് വെച്ച് കൊടുത്തിട്ട് ഉണ്ണിയപ്പം ചട്ടി ഇതേപോലെ വെച്ചെടുത്തിക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റോളം സമയം നമ്മളിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, നന്നായിട്ട് തന്നെ വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് തന്നെ ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ റവയും തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.